ഒടുവിൽ അങ്ങനെ ആശങ്കകൾക്ക് പരിഹാരമായിരിക്കുകയാണ്. സുനിത വില്യംസ് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സുനിതയ്ക്ക് ഇപ്പോൾ വന്നിറങ്ങിയ ഉടനെ തന്നെ ഇവർക്ക് ബഹിരാകാശത്ത് നിലയത്തിൽ നിന്ന് വരുന്നവർക്ക് പെട്ടെന്ന് എണീറ്റ് നമ്മളെപ്പോലെ നടന്നു പോകാനൊന്നും പറ്റില്ല. കാരണം ഇത്രയും മാസങ്ങൾ അതിനകത്ത് ഗ്രാവിറ്റി ഇല്ലാത്ത അവസ്ഥയെ അതിജീവിച്ച അവർക്ക് പെട്ടെന്ന് വന്നിട്ട് നമ്മളെപ്പോലെ എണീറ്റ് ഓടാനും നടക്കാനും ഒന്നും കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. ഈ സുനിത വില്യംസിനെ ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചിരിക്കുകയാണ്. 1965 സെപ്റ്റംബറിൽ ഒഹായോയിലെ യൂക്ലിഡിലാണ് സുനിത ജനിക്കുന്നത്. അതായത് അമേരിക്കയിലാണ് ജനിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ വംശജയാണ്. കാരണം സുനിതയുടെ പിതാവ് ഡോക്ടർ ദീപക് പാണ്ഡ്യ നമ്മുടെ ഗുജറാത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഉർസിലീൻ ബോണി പാണ്ഡ്യയുടെയും 3 മക്കളിൽ ഇളയവളായിട്ടാണ് സുനിത വില്യംസ് ജനിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു അഭിമാനം കൂടിയാണ്. ഇന്ത്യൻ വംശജയാണ്, അമേരിക്കക്കാരിയാണെങ്കിൽ കൂടി ഇന്ത്യൻ വംശജയാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് അവരെ ക്ഷണിച്ചിരിക്കുന്നത്. എന്തായാലും യാതൊരു പരിക്കുകളുമില്ലാതെ ഒരുപാട് നാളത്തെ ആശങ്കകൾക്ക് പരിഹാരമായിക്കൊണ്ട് സുനിത വില്യംസും ടീമും മടങ്ങിയെത്തിയിരിക്കുകയാണ്. പക്ഷേ ഇനിയുള്ള അവരുടെ ദിവസങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കാരണം ഒരു കൊച്ചുകുട്ടി പിച്ച വെച്ച് നടക്കുന്ന ആ ഒരു രീതിയിൽ ഇവിടെ അവർക്ക് കുറേ നാൾ ജീവിക്കേണ്ടി വരും, പരിശീലിക്കേണ്ടി വരും. കാരണം മാസങ്ങളോളം ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് പുറത്ത് ഭാരമില്ലാത്ത അവസ്ഥ അതിലൂടെ കടന്നുപോയ ഒരാൾക്ക് ഭൂമിയിലേക്ക് എത്തുമ്പോൾ വളരെയധികം സങ്കീർണമായ പ്രതിസന്ധികളെ നേരിടേണ്ടതായിട്ട് വരും. അതിനെ അതിജീവിച്ച് മാത്രമേ അവർക്ക് പടിപ്പടിയായിട്ട് പഴയ ജീവിതത്തിലേക്ക് മടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. പനി, തലവേദന, ഛർദിയൊക്കെ കുറേ നാൾ ഉള്ളതായിട്ട് മുൻപ് ബഹിരാകാശ നിലയത്തിൽ താമസിച്ച് മടങ്ങി വന്ന പല ഇത്തരം ആളുകളും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ സുനിത വില്യംസ് തീർച്ചയായിട്ടും കുറച്ച് നാൾ വളരെയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. എങ്കിൽ കൂടി ആരോഗ്യവതിയായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മുഖ്യധാരയിലേക്ക് മടങ്ങട്ടെ. അവർ ഇന്ത്യയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.